കൊണ്ടുവരേണ്ടത് ഇതിൻ്റെ ഫ്രണ്ട് ഫോർക്കാണ്. അത് നേരെ ചേഞ്ച് ചെയ്തിട്ട് N250 അല്ലെങ്കിൽ NS200 ഉള്ള അപ്സൈഡ് ഡൗൺ ഫോർക്ക് കൊണ്ടുവരണം. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി നല്ല ഹാൻഡ്ലിങ്ങും കാണാനുള്ളൊരു ലുക്കും ഇനിയും കൂടും, അടിപൊളിയായിട്ടുണ്ടാവും. അതുകൂടാണ്ട് പിന്നെ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബ്രേക്ക് ഡിസ്ക് 280mm ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അത് നേരെ ചേഞ്ച് ചെയ്ത് NS-ലുള്ള പോലെ 320 300 വരുന്ന ഡിസ്ക് സെറ്റപ്പ് കൊണ്ടുവരണം. ഫ്രണ്ട് ബാക്ക് മാറ്റി ഡുവൽ ചാനൽ ABS ആക്കിയിട്ട്. അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ബ്രേക്കിംഗ് എഫിഷ്യൻസി കിട്ടും വണ്ടി. പിന്നെ ടയർ സൈസ് വരുന്നത് ഫ്രണ്ടിൽ 90 സെക്ഷൻ ടയർ, ബാക്കിൽ 120 ആണ് വരുന്നത്. അപ്പോൾ ബാക്കിൽ ഒരു 140 ഫ്രണ്ടിൽ ഒരു 110 സെക്ഷൻ കൊണ്ടുവരികയാണെങ്കിൽ അടിപൊളിയായിരിക്കുള്ളൂ. പിന്നെ ഇതിൻ്റെ മിറർ തൊട്ട് യൂസ് അല്ല, വിസിബിലിറ്റി കുറവാണ്. ഇവിടെ ഒരു 2 കട്ടൊക്കെ ഇട്ട് ഇൻബിൽഡ് കമ്പനി തന്നെ കുറച്ചുകൂടെ വിസിബിലിറ്റി കൂട്ടിയ ഡോമിനാറിലൊക്കെ ഉള്ള പോലത്തെ ഒരു സ്റ്റീൽ ടൈപ്പ് ഫ്രെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ആക്സിലേറ്റർ കേബിളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര ടൈറ്റ് ആവും ഓൾറെഡി കുറച്ച് കഴിയുമ്പോൾ. കേബിൾ സിസ്റ്റം വരുന്നത് അത് മാറ്റിയിട്ട് റൈഡ് ബൈ വയർ സെറ്റപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കുള്ളൂ. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ സസ്പെൻഷൻ എൻഡ്യൂറൻസിൻ്റെ ഡ്യുവൽ ഷോക്കാണ് വരുന്നത്, ഗ്യാസ് അഡ്ജസ്റ്റബിൾ ഉള്ളത്. അപ്പോൾ അത് മാറ്റിയിട്ട് സെൻറ്റർ മോണോ ഷോക്ക് ആക്കണം.